നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദിലയും നൂറയും ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ മലയാളികൾക്ക് വലിയ രീതിയിലുള്ള പരിചയമുണ്ടാകും. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവർ രണ്ടുപേരും ബിഗ് ബോസിലുണ്ട്. ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾസ് ആണ് ഇവർ രണ്ടുപേരും. ഇവരെ അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഇവർ ജന്മം കൊണ്ട് മുസ്ലിങ്ങളാണ് എന്നുള്ള കാര്യം. മുസ്ലിം സമുദായമാകട്ടെ ഇങ്ങനെ സ്വവർഗ അനുരാഗത്തെ ഒന്നും ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല. അത് ഹിന്ദു സമുദായമാണെങ്കിലും ക്രിസ്ത്യൻ സമുദായമാണെങ്കിലും ഒരു കാരണവശാലും ഈ ഒരു രീതിയെ അവർ അനുകൂലിക്കുന്നില്ല. എന്നാൽ രാജ്യത്തിലെ നിയമം അനുസരിച്ച് അവർ ആ നിയമത്തിന്റെ സഹായത്തോടു കൂടി ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുകയാണ്. അതിൽ വലിയ തെറ്റൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്നാൽ ഇവിടെ ഈ പറഞ്ഞ രണ്ട് പെൺകുട്ടികളെയും ബിഗ് ബോസ് ഈ പൊതുജനത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച സമയത്ത് രണ്ടുപേരും ഹിജാബ് ധരിച്ചു നിൽക്കുന്ന ഫോട്ടോ വെച്ചാണ് അവതരിപ്പിച്ചത്. അത് മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിതെളിച്ചു. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അൻസാരി ഉസ്താദ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് എത്ര ആലോചന മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് ചുവടെ കാണുന്ന ചിത്രത്തിലുള്ള രണ്ട് പെൺകുട്ടികളെയും കേരളത്തിലെ ചിലർക്കെങ്കിലും സുപരിചിതമാണ്. കേരളത്തിലെ ലെസ്ബിയൻ കപ്പിൾസിൽപ്പെട്ട ആദിലയും നൂറയുമാണ്. ഈ രണ്ട് പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിന് സുപരിചിതമാണ്. അവർ രണ്ടുപേരും സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണ്. അഥവാ മതശാസനകൾ ഒരു മതത്തിന്റെ ദർശനങ്ങളിലും സ്വവർഗാനുരാഗം സ്വവർഗ വിവാഹം എന്നുള്ളത് അംഗീകരിക്കുന്ന സംഗതിയല്ല. അപ്പം മതത്തിന്റെ നിയമങ്ങൾക്കൊക്കെ അതീതമായി സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതൊക്കെ അവരുടെ ഇഷ്ടം. അപ്പം അവർ പലപ്പോഴും ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഭാവിയിൽ പേരുമാറ്റും, മതത്തിന്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നതല്ല, ഞങ്ങളുടെ ഇഷ്ടമാണ് വലുത്. അങ്ങനെ മാതാപിതാക്കളെയൊക്കെ അവരുടെ തീരുമാനങ്ങളും അവരുടെ ചോയ്സുകളും അവരെ പോറ്റി വളർത്തിയവരുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം അവർ തിരസ്കരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവർ വാല്യൂ നൽകിക്കൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, എന്തുമായിക്കോട്ടെ. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലപാടുകളിൽ സ്വതന്ത്രമായ നിലപാടിൽ അവർ ധരിക്കുന്ന വസ്ത്രധാരണ, അപ്പൊ പുതിയ നിലപാട്, ആ നിലപാടാണല്ലോ അവരെ ഈ ബിഗ് ബോസിലേക്ക് എത്തിക്കുന്നത്, അല്ലേ? രണ്ടാളുകൾ സ്വതന്ത്രമായി ചിന്തിച്ച് അവരുടെ ഡിസിഷനുകൾക്കാണ് ഏറ്റവും പ്രസക്തി, അവനവന്റെ തീരുമാനങ്ങൾക്കാണ് വാല്യൂ എന്നുള്ള നിലയ്ക്ക് രണ്ട് ധീര വനിതകൾ എന്ന പരിവേഷം കൊടുത്തിട്ടാണല്ലോ ബിഗ് ബോസിലേക്ക് നിങ്ങൾ അവരെ രണ്ടുപേരും തിരഞ്ഞെടുത്തത്. മലയാളി പ്രേക്ഷകർക്ക് ഇത് വലിയ പരിചയമുള്ള രീതിയൊന്നുമല്ല ഈ ലെസ്ബിയൻ കപ്പിൾസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കുടുംബ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇവരെ ഈ ബിഗ് ബോസ് അവതരിപ്പിച്ച സമയത്ത് ഹിജാബ് ധരിച്ച ഫോട്ടോയാണ് ബിഗ് ബോസിന്റെ പരസ്യത്തിൽ ഇവരുടെ ഫോട്ടോ വെച്ചത്. അപ്പോൾ അതാണ് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് കാരണമായത്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇവര് പണ്ട് നൽകിയ ഇന്റർവ്യൂ ഒക്കെ പരിശോധിക്കുന്ന സമയത്തും ഇവരുടെ ഈ ഒരു വിഷയം വലിയ രീതിയിൽ വിവാദമായി മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് ചർച്ച ചെയ്ത സമയത്തും ഇവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഈ ഒരു മതം ഉപേക്ഷിക്കും, അതോടൊപ്പം തന്നെ ഈ വസ്ത്രം ഉപേക്ഷിക്കും, അതോടൊപ്പം തന്നെ പേര് തന്നെ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ബിഗ് ബോസ് ഈ ഒരു രീതിയിൽ ഈ പറഞ്ഞ പൊതുജനത്തിന്റെ മധ്യത്തിലേക്ക് ഇവരെ അവതരിപ്പിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ഹിജാബ് ധരിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഹിജാബ് എന്ന് പറഞ്ഞത് അവരുടെ ഒരു പരമ്പരാഗത വസ്ത്ര രീതിയാണ്. അത് ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് അവരെ സംബന്ധിച്ച് വലിയ എതിർപ്പ് ഉളവാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഈ അൻസാരി ഉസ്താദും പറയുന്നത്. അപ്പം അവരിപ്പോൾ എടുത്തിരിക്കുന്ന സ്വതന്ത്ര നിലപാട്, അവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ളിടത്തൊക്കെ പോവുക, ഇഷ്ടമുള്ള ജീവിക്കുക, അതിന് പാകമാകുന്ന വസ്ത്രധാരണ എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ച ചിത്രം നിങ്ങൾ പരസ്യത്തിന് കൊടുത്തില്ല? നിങ്ങൾ രണ്ടുപേരും ബിഗ് ബോസിൽ പങ്കെടുക്കുന്നു എന്നതിന് നിങ്ങൾ കൊടുത്ത പ്രചരണത്തിൽ എങ്ങനെയാണ് ഈ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ വന്നത്? ഇനി ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഹിജാബ് എന്നുള്ളത് ഇന്ന് അവർക്ക് അന്യമാണ്, അവർ താല്പര്യപ്പെടുന്നില്ല. ഈ ഹിജാബ് എന്ന ഈ ഡ്രസ് കോഡ് ഉണ്ടല്ലോ, ഈ ഡ്രസ് കോഡ് എന്നുള്ളത് ഒരു മതത്തിന്റെ ഡ്രസ് കോഡാണ്. ഇത് ധരിക്കുന്ന പെൺകുട്ടികൾ ഈ പറയപ്പെട്ട ജീവിതം നയിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞു, അതൊക്കെ അവരുടെ ചോയ്സ്, അതൊക്കെ നമ്മൾ വിട്ടു. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് അവരുടെ ഇപ്പോഴത്തെ ഡിസിഷൻ പ്രകാരമാണല്ലോ നിങ്ങൾ അവരെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്തത്. എന്നിട്ട് ആ ഡിസിഷൻ പ്രകാരമുള്ള അവരുടെ വസ്ത്രധാരണ എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ പരസ്യത്തിൽ കൊടുത്തില്ല എന്ന് എനിക്ക് എത്ര ആലോചന മനസ്സിലാകുന്നില്ല. ഇനി എൻ്റെ മുസ്ലിം ഉമ്മത്തിനോടാണ് പറയുന്നത്, എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരോടാണ് പറയുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തോട്. ഇതേ നൽകുന്ന ഉള്ളിലൂടെയുള്ള ഒരു സന്ദേശമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി വന്നോളി എന്നാണ് എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം. എന്താണ്? അവനവൻ്റെ മക്കള് പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളെ തലൊലിക്കണം എന്നൊക്കെ ആഗ്രഹം, അല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും നിലക്ക് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളിയും. ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അതായത് ഹിന്ദുമതമാണെങ്കിലും ഈ ക്രിസ്ത്യൻ മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും അതിനകത്ത് ചില ചട്ടക്കൂടുകളുണ്ട്. അതിൽ നിന്നൊക്കെ പുറത്തിയാടി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് അതിന്റെ പുറത്തു പോകാം, അങ്ങനെ ജീവിക്കാം. നമ്മുടെ ഭരണഘടന അതിന് സമ്മതം നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ ഭാവി ഭാസുരമാകത്തില്ലെന്ന് മാത്രമല്ല, സമൂഹത്തിന്റെ മുമ്പിൽ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ
നമ്മളിങ്ങനെ നടക്കേണ്ടി വരും. എന്താ ഈ അപമാനഭാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഈ സമൂഹത്തിൽ നമ്മൾ ഇതുവരെ നിലനിർത്തി പോകുന്ന ഒരു സദാചാരം ഉണ്ടല്ലോ, അത് ഏതെങ്കിലും മതത്തിൻ്റെ ദർശനങ്ങൾ മാത്രമല്ല. ഒരു സാമൂഹിക അവസ്ഥ, ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആണും പെണ്ണും ചേർന്ന് പ്രത്യുൽപാദനം നടത്തി അങ്ങനെ മുന്നോട്ട് പോയാലേ ഒരു സമൂഹം അതിജീവിക്കുകയുള്ളൂ. അതിനൊക്കെ ഘടകവിരുദ്ധമായാണ് ഈ പ്രവർത്തനം. അങ്ങേയറ്റം തോന്നിവാസമാണ് പറയാം. ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് അതിലുള്ള വാതിലാണ് ഈ തുറന്നിരുന്നത്. രക്ഷകർത്താക്കൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോളി. ഇനി ജുനൈ ജോഹരി പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. എത്രയോ കാലമായി ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു. അതിൽ നിന്ന് ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ അടച്ചിട്ട മനുഷ്യരെ മുഴുവനും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്നുണ്ടായിട്ടുണ്ടോ? അതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് പകർത്താവുന്ന ഏതെങ്കിലും പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇത് കേരളത്തിന്റെ വലിയ ഒരു ബഹുമുഖ പ്രതിഭയായ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാ മതസ്ഥരും ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾ കാണുന്ന വലിയൊരു ഭാവിയുണ്ട്. ഇപ്പം ലാലേട്ടൻ്റെ ആണെങ്കിലും മറ്റ് പ്രതിഭകളുടെ ആണെങ്കിലും ഒക്കെ അച്ഛനമ്മമാർ ഇതേപോലെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു പ്രതിഭ ഈ ലോകത്തുണ്ടാകില്ലായിരുന്നു, അല്ലേ? അപ്പം നിങ്ങളുടെ മക്കളിലൂടെയും, നിങ്ങളുടെ മകനുണ്ടല്ലോ, ആ മകനിലൂടെയും നിങ്ങളുടെ മകളിലൂടെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലമുറകൾ ഉണ്ടാകണമെന്നല്ലേ? ഇങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാകുക? നിങ്ങൾ മനസ്സിലാകുന്നില്ല. ഇതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു? ഇത് സമൂഹത്തിന് കൊടുക്കുന്ന സത്യസന്ധമായ നീതിയുക്തമായ സന്ദേശം എന്താണെന്ന് എവിടെങ്കിലും ലാലേട്ടൻ 2 വരിയിൽ എന്ന് എഴുതിയിട്ടാൽ അങ്ങനെ കലാകാരൻ എന്നുള്ളവർക്കുള്ള ആ ഒരു ബഹുമാനമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും. ഉസ്താദ് പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇത്തരം വിവാഹങ്ങളെ ഒരു കാരണവശാലും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ലോകം ഉണ്ടായ കാലം മുതൽ തന്നെ ഈ മതങ്ങളൊക്കെയും പ്രോത്സാഹിപ്പിക്കുന്നത് പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ തലമുറ ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യമാണ്. അതായത് തലമുറകൾ ഉണ്ടായില്ല എങ്കിൽ ഈ ലോകം മുന്നോട്ട് പോവില്ല. മനുഷ്യനാണ് ഈ ലോകത്തെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് പോകുന്നത്. അത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ച് എല്ലാ ആളുകളും ഇങ്ങനെ സ്വവർഗ അനുരാഗികളായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മളൊന്ന് സ്വയം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മതപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇതിനകത്ത് വലിയ തെറ്റുണ്ട്. ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഇങ്ങനെ സ്വവർഗ അനുരാഗികളായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് മതപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തെറ്റാണ്. ഇവിടെ നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് അതിനകത്തിൽ ഒരുപാട് ശരികളുണ്ട്. എല്ലാ ആളുകളും ഇതിന് മുതിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ ഉണ്ട്, അത്തരത്തിൽ ഒരുപാട് ആളുകൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ബിസിനസ് പരമായിട്ട് ചില കാര്യങ്ങളൂടെ ചിന്തിക്കണം. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് ആണ്. അത് വലിയൊരു കമ്പനിയാണ്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടത്തുകയും അത് ചിത്രീകരിക്കുകയും ഏഷ്യാനെറ്റിന് നൽകുകയും പിന്നീട് പരസ്യ വരുമാനമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏത് രീതിയിലും ബിസിനസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പൊതുജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു ബിഗ് ബോസ് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത് ഈ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ആളുകളെ അവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊഴിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് പണം ലഭിക്കുന്നതുകൊണ്ട് അത് ചെയ്യുന്നു. പണം ലഭിച്ചില്ല എങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ ബിഗ് ബോസ് ടീം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ ഒരു വലിയൊരു ബിസിനസ് ആക്കി പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം പൊതുജനം കാണണം. പൊതുജനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വലിയ തൽപരരാണ്. അപ്പോൾ ആ ഒരു താല്പര്യത്തെ കച്ചവടവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ബിഗ് ബോസ് ടീം ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിൽ വലിയ മാന്യമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ വളരെ മുൻനിരയിൽ ജീവിക്കുന്ന കുറെ ആളുകളെ കൊണ്ടൊന്ന് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റി കാണുവാൻ വേണ്ടി പൊതുജനത്തിന് വലിയ താല്പര്യം കാണത്തില്ല. ഇത്തരത്തിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്ന് അറിയാനുള്ള വലിയൊരു ക്യൂരിയോസിറ്റി ഈ പറഞ്ഞ പൊതുജനത്തിന്റെ ഇടയിലുണ്ട്. അതിനെ വിറ്റ് കാശാക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് ടീം ചെയ്യുന്നത്. അത് വളരെ വർഷക്കാലമായിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ ഇത്തരത്തിൽ വ്യത്യസ്തത പുലർത്തി ജീവിക്കുന്ന ആളുകളെ അവിടെ എത്തിക്കും. അവര് പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിക്കും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കാണാം, താല്പര്യമില്ലെങ്കിൽ TV ഓഫ് ചെയ്ത് വെക്കാം. അതേ ഈ ഒരു സമയത്ത് നിവർത്തിയുള്ളൂ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.